ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാലോ. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം തന്നെ മാക്സിമം എല്ലാവരും ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കും നമ്മുടെ ചന്ദ്രനെയാണ്. അങ്ങനെ ചന്ദ്രയാണെങ്കിൽ നമ്മുടെ രേവതിനെ പ്രാഗാണ് കേട്ടോ. ആ മുടിഞ്ഞവൾ ഈ വീട്ടിൽ കയറി വന്നിട്ടാണല്ലോ ഈശ്വര ഇത്രയും പ്രശ്നമൊക്കെ ഉണ്ടായത് എന്നും പറഞ്ഞ് ഭയങ്കര പ്രാഗിച്ചൊക്കെ പ്രാഗിക്കൊണ്ട് നിൽക്കുന്നു. ഈ സമയത്ത് നമ്മുടെ സച്ചി എന്താ ചെയ്യുന്നത്? നേരെ രേവതിയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അപ്പൊ പ്രമാണം എവിടെയാണെന്ന് അറിയില്ലല്ലോ. അപ്പൊ നേരെ രേവതിയുടെ വീട്ടിലേക്ക് ചെന്നു. വണ്ടി നിർത്തി നോക്കിയപ്പോഴത്തേക്കും അവിടെ ഗേറ്റ് ഒക്കെ പൂട്ടിയിട്ടേക്കാണ് കേട്ടോ. വീട്ടിൽ ആരുമില്ല. അതിന് കാരണമുണ്ട്. നമ്മുടെ രേവതി ആണെങ്കിൽ നേരെ അമ്പലത്തിലേക്ക് പോയില്ലേ. രേവതി അമ്പലത്തിലേക്ക് പോയി. അതിനോടൊപ്പം തന്നെ ദേവും ലക്ഷ്മിയും പൂ വിൽക്കാനും ഒക്കെ പോയി. അവരെല്ലാവരും അമ്പലത്തിൽ തന്നെയാണ് ഉള്ളത്. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി ഇത് എന്താ കോപ്പ്, ഇവർ ഇത് എവട്ടപ്പോയത്, ഇവളെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നുമില്ല, ഇവളെ കിട്ടുന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് കലി പിടിച്ചിട്ട് നേരെ അമ്പലത്തിലേക്കാട്ടോ പിന്നെ പോകുന്നത്. പിന്നെ അമ്പലത്തിലേക്ക് പോകാതെ വേറെ രക്ഷയില്ലെന്നറിയാം. അപ്പൊ ഇവിടെ വീണ്ടും പിന്നെ കാണിക്കുന്നത് ഹോസ്പിറ്റലാണ്. അപ്പൊ ഹോസ്പിറ്റലിൽ നമ്മുടെ ശ്രുതി ഇങ്ങനെ ആകപ്പാടെ വിഷമിച്ചിരിക്കുമ്പോഴത്തേക്കും ശ്രുതി അങ്ങോട്ടേക്ക് ചെന്നിട്ട് സാരമില്ല ശ്രുതി പോട്ടെ, അല്ല നീ ഇനിയിപ്പോ വല്ലതും ആ പ്രമാണം വല്ലതും എടുത്തിട്ടുണ്ടോ എന്നിങ്ങനെ ചോദിക്കാൻ കേട്ടോ. അപ്പൊ ശ്രുതിക്കും ചെറിയൊരു ഡൗട്ടൊക്കെ ഉണ്ട്, സച്ചിക്ക് മാത്രമല്ല. അപ്പൊ നമ്മുടെ ശ്രുതി പറയേ, എന്താ ശ്രുതി നീ പറയുന്നത്? ഞാൻ പ്രമാണം എടുത്തെന്നോ? ഞാൻ എന്തിനാ പ്രമാണം എടുക്കുന്നത്? അറിയാലോ നിനക്ക്, ഞാൻ പ്രമാണം ഒന്നും ഇതുവരെ എടുത്തിട്ടില്ല. അമ്മ കൊണ്ടുപോയി പണയം വെച്ചിട്ടുണ്ട്, അല്ലാതെ ആ പ്രമാണത്തിൽ ഞാൻ ഇതുവരെ തൊട്ടിട്ടില്ല. പിന്നെ നീ എന്തിനാ എന്നെ ഇങ്ങനെ സംശയിക്കുന്നത്? എന്താ നിനക്ക് എന്നെ സംശയമാണോ? ഹേയ്, എനിക്ക് ശ്രുതിന് സംശയമൊന്നുമില്ല. എങ്കിലും സച്ചി അതൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഞാനങ്ങ് ചോദിച്ചതേ ഉള്ളൂ. ഇനിയും നമ്മുടെ പേരിൽ കുറ്റം വരാൻ പാടില്ലല്ലോ. അതുകൊണ്ടാ. സാരമില്ല ശ്രുതി, വിഷമിക്കൊന്നും വേണ്ട. സച്ചിക്ക് തീരെ കൾച്ചറില്ല. അല്ലെങ്കിൽ പിന്നെ ഈ ഹോസ്പിറ്റലിൽ കിടന്ന്, അതും ഈ സമയത്ത് അച്ഛൻ ജീവിതത്തിനോടോ മരണത്തിനോടോ എന്നില്ലാത്ത രീതിയിൽ മല്ലടിക്കുന്ന ഈ ഒരു സമയത്ത് അവൻ അങ്ങനെയൊക്കെ കിടന്ന് സംസാരിക്കുവോ? അവന് കൾച്ചറില്ലെന്ന് എനിക്ക് മനസ്സിലായതാ. അതുകൊണ്ട് ശ്രുതി ഒരു കാര്യം ചെയ്യേ, സാരമില്ല. ശ്രുതി സമാധാനമായിട്ടിരിക്കാൻ പറഞ്ഞു. ഈ സമയത്ത് നമ്മുടെ ചന്ദ്ര ഭയങ്കര കരച്ചിലാണ് കേട്ടോ. അപ്പൊ ചന്ദ്രനെ ആശ്വസിപ്പിക്കുന്നുണ്ട് രവീന്ദ്രന്റെ കൂട്ടുകാരനെ. ചന്ദ്രൻ നീ കരയാതിരിക്കുക, സച്ചി പോയിട്ടുണ്ടല്ലോ. സച്ചി പൈസ ഇല്ലാതെ വരില്ലെന്ന് എനിക്കറിയാം. സച്ചി ഏതായാലും പൈസ ആയിട്ട് തിരികെ വരത്തുള്ളൂ, അത് ഉറപ്പാ. അവൻ പൈസ ഇല്ലാതെ ഇങ്ങോട്ടേക്ക് വരില്ല. അതും നമ്മുടെ രവീന്ദ്രനെ അത്ര പെട്ടെന്നൊന്നും ദൈവം അങ്ങ് കൊണ്ടുപോയില്ല. കാരണം ഇനിയും ഒരുപാട് നന്മ ചെയ്യാനുണ്ട് ആ മനുഷ്യന്. അപ്പൊ അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ടാന്ന് പറയുകയാണ് കേട്ടോ. അപ്പൊ ആ ഹോസ്പിറ്റലിലെ സിറ്റുവേഷൻസ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ സച്ചി നേരെ അമ്പലത്തിലേക്ക് ചെല്ലുകയാണ്. അപ്പൊ ഈ അമ്പലത്തിലേക്ക് ചെല്ലുന്നതിന് മുമ്പായിട്ട് തന്നെ ഒരു സീനൂടെ കാണിക്കുന്നുണ്ട്. നമ്മുടെ രേവതി ശയനപ്രദക്ഷിണമൊക്കെ കഴിഞ്ഞിട്ട് അവിടെ നിൽക്കുമ്പോഴേക്കും ഒരു ചേച്ചി വരികയാണ്. ആ ചേച്ചി വന്ന് സംസാരിക്കുകയാണ് രവീന്ദ്രന്റെ കാര്യം. രവീന്ദ്രന് കുറച്ച് സീരിയസ് ആണെന്നും പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ വേണമെന്നും 3 ബ്ലോക്ക് ഉണ്ടെന്നും ഒക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ അതിനായിട്ട് കുറച്ച് പൈസയൊക്കെ ആവശ്യമാണ്. നിന്റെ ഭർത്താവ് അതിന് നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പൊ ഇതൊക്കെ കേട്ടപ്പോൾ തന്നെ രേവതിക്ക് വല്ലാത്ത വിഷമമായി, ലക്ഷ്മിക്കും ദേവുവിനൊക്കെ വിഷമമായി. അപ്പം ആ ഒരു ചേച്ചി, അതായത് പൂവൊക്കെ കെട്ടുന്ന ഒരു ചേച്ചി തന്നെയാണ്, ഇവരറിയാവുന്നൊരു സ്ത്രീയാണ്. ആ സ്ത്രീ പറഞ്ഞു ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്, ഒരു അമ്പലമോ ക്ഷേത്രമോ അങ്ങനെ ഒന്നുമല്ല, ഒരു സ്വാമിജി അവിടെ ഇരുന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ രോഗങ്ങളൊക്കെ മാറ്റിക്കൊടുക്കും. അപ്പൊ അതുകൊണ്ട് നമ്മുടെ വിശ്വാസമാണല്ലോ, ഒന്ന് കാണാം. അവിടെ ഒന്ന് പോയി കണ്ടു കഴിയുമ്പോഴത്തേക്കും അവരെന്താ പറയുന്നത് നോക്കാം, അതനുസരിച്ച് കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി. നമുക്ക് ഇതൊക്കെയല്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. പ്രാർത്ഥനയും കൂടെ വേണമല്ലോ, പൈസ മാത്രമല്ലല്ലോ, പ്രാർത്ഥനയും കൂടെ വേണമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് രേവതിയും ലക്ഷ്മിയും ദേവവും കൂടെ എങ്കിൽ പിന്നെ ആ അമ്പലത്തിലേക്ക്, അമ്പലമല്ലാട്ടോ ഒരു സ്വാമിജി ഇരിക്കുന്ന സ്ഥലമാണ്, ഇങ്ങനെ നോക്കാനും ഈ ജാതകം നോക്കാനും അങ്ങനെയൊക്കെ ഇരിക്കുന്ന ഒരു സ്വാമിജി ഇരിക്കുന്ന സ്ഥലമാണ്. അതൊരു സ്ത്രീയാണ് കേട്ടോ. അപ്പൊ അങ്ങോട്ടേക്ക് പോയി. ഈ സമയത്താണ് നമ്മുടെ സച്ചി എങ്ങോട്ട് വരുന്നത്? അമ്പലത്തിൽ വരുന്നത്. ഏതായാലും സച്ചി അമ്പലത്തിൽ വന്ന് നോക്കിയപ്പോഴത്തേക്കും പൂക്കടയും തുറന്നിട്ടില്ല. അതുപോലെ തന്നെ അവിടെ ആരും ഇല്ല. നമ്മുടെ സച്ചിക്ക് വീണ്ടും കലി വന്നിട്ട് ഇതെന്നാ കോപ്പ ഇടപാടാ, കാലി വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചിക്ക് അത്രയ്ക്ക് ദേഷ്യം വന്നു. സച്ചിക്ക് പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. സച്ചി ഇങ്ങനെ തല ചൊറിഞ്ഞൊക്കെ നിൽക്കുകയാണ്. അപ്പോഴാണ് പെട്ടെന്ന് സച്ചി ഓർത്തത്, എങ്കിൽ പിന്നെ പലിശയ്ക്ക് കുറച്ച് പൈസ എടുത്താലോ. ആ ഫൈനാൻസറിന്റെ അടുത്ത് പോയി കഴിയുവാണെങ്കിൽ കുറച്ച് പൈസ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ലല്ലോ. കുറച്ച് രൂപ കിട്ടുവാണെങ്കിൽ നേരെ ഓപ്പറേഷനും ചെയ്യാനാവൂലോ. നമ്മുടെ സച്ചിയോട് ഒരു ചെറിയ വിശ്വാസം ഉണ്ട്. അപ്പം സച്ചിക്ക് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, അവിടുന്ന് പൈസ കിട്ടും, താൻ അവിടുത്തെ വണ്ടിയാണ് ഓടിക്കുന്നത്, അതും സച്ചി കറക്റ്റ് പലിശയൊക്കെ കൊണ്ട് കൊടുക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സച്ചി പെട്ടെന്ന് ആ ഒരു ചിന്തയാണ് സച്ചിയുടെ മനസ്സിലേക്ക് കയറി വന്ന് നേരെ നമ്മുടെ സച്ചി ഫൈനാൻസറിന്റെ അടുത്തേക്ക് പോവുകയാണ്. അങ്ങനെ ഫൈനാൻസറിന്റെ അടുത്തേക്ക് ചെന്നിട്ട് എങ്കിൽ പിന്നെ ഇത് പ്രമാണം പിന്നെ കൊണ്ട് കൊടുത്താൽ മതിയല്ലോ.
ആദ്യം കുറച്ച് പൈസ അറിയുന്നതായതുകൊണ്ട് പൈസ സച്ചിക്ക് കിട്ടുവാണെങ്കിൽ പ്രമാണം പതുക്കെ കൊണ്ട് കൊടുത്താൽ മതി. അപ്പൊ സച്ചി നേരെ ഫൈനാൻസറുടെ അടുത്തേക്ക് പോയി. സച്ചിനെ കണ്ടുകൊണ്ടേ ഫൈനാൻസർ പറഞ്ഞു, ഇതാരും സച്ചിയോ കയറി എടാ സച്ചി നിന്നെ കുറച്ച് ദിവസം ആയല്ലോ കണ്ടിട്ട്, എടാ എങ്ങനെയുണ്ടാ കാറിന് ഓട്ടോ ഒക്കെ ഉണ്ടോ, നീ വാടക തരാൻ വേണ്ടി വരുന്നതായിരുന്നു, കാണുന്നില്ലല്ലോ ഇപ്പം, എന്ത് പറ്റി, ഓട്ടോ ഒന്നും ഇല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അല്ല പിന്നെ പലിശ തരാറൊന്നും ആയില്ല, പിന്നെ എന്താ നീ ഇപ്പോൾ വന്നത് എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും അത് പിന്നെ എനിക്ക് വേറൊന്നും പറയാൻ സമയമില്ല, അതെ എനിക്ക് കുറച്ച് പൈസയുടെ ആവശ്യം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അല്ലെങ്കിലും പൈസയുടെ ആവശ്യമുള്ളവരല്ലേടാ എന്നെ കാണാൻ വരുന്നത്, പൈസയ്ക്ക് ആവശ്യമില്ലാത്ത ആരെങ്കിലും എന്നെ കാണാൻ വരുമോ, എങ്കിൽ പിന്നെ എനിക്ക് കുറച്ച് പൈസ വേണമായിരുന്നു, ഇപ്പം എൻ്റെ ഈ ഈട് തരാനായിട്ട് ഒന്നുമില്ല. അല്ല നിന്റെ വീട്ടിൻ്റെ പ്രമാണം എന്ത് ചെയ്യേ, അല്ല പ്രമാണം ഉണ്ടായിരുന്നല്ലോ അതിവിടെ കൊണ്ടുവയ്ക്കുക, പൈസ തരാം, അതിനിപ്പോൾ എന്താ പ്രശ്നം ഇരിക്കുന്നത്, ആ പ്രമാണം വെച്ചിട്ടുണ്ടെങ്കിൽ 20 ലക്ഷം രൂപ വേണമെങ്കിൽ തരാം, ഒരു കുഴപ്പമില്ല സച്ചി, ഒരു കുഴപ്പമില്ല, നീയാണല്ലോ, നിന്നെ എനിക്ക് വിശ്വാസം, പ്രമാണം എങ്ങനെ എടുക്ക, ഈട് വെക്കാൻ എന്താ ഉള്ളത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ, എടുക്ക ഞാൻ പൈസ തരാം. അയ്യോ അത് പിന്നെ ഇപ്പം എൻ്റെ കയ്യിൽ ഒന്നും ഈട് തരാൻ ഒന്നുമില്ല, ഞാനേ വല്ലാത്തൊരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്, എൻ്റെ അച്ഛൻ ഹോസ്പിറ്റലാണ് ഉള്ളത്. നിന്റെ അച്ഛൻ ഹോസ്പിറ്റലിലോ, എന്താ നിന്റെ അച്ഛന് ഹോസ്പിറ്റലിൽ വല്ല ജോലിയും കിട്ടിയോ, അല്ല റിട്ടയർഡ് ആയിട്ട് നിൽക്കുന്ന മനുഷ്യനല്ലേ, ഇനി വല്ല സെക്യൂരിറ്റി ആയിട്ടും അതൊന്നും അല്ല, എൻ്റെ അച്ഛന് ചെറിയൊരു ഹാർട്ട് അറ്റാക്ക് ഒക്കെ ഉണ്ടായി, 3 ബ്ലോക്ക് ഉണ്ട്, അപ്പം പെട്ടെന്നൊരു ഓപ്പറേഷൻ വേണമെന്നാണ് പറഞ്ഞത്, അതുകൊണ്ട് കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട്, ഒരു 4 ലക്ഷം രൂപ എങ്ങനെയെങ്കിലും മറിച്ച് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും 4 ലക്ഷം രൂപ അല്ലടാവേ, 20 ലക്ഷം വേണമെങ്കിൽ തരാന്നേ, നീ ഈട് വെക്കുന്ന സാധനം ഇങ്ങോട്ട് എടുക്ക്, നിന്റെ പ്രമാണമോ അല്ലെങ്കിൽ നിന്റെ വണ്ടി ഉണ്ടോ, വണ്ടിയുടെ ബുക്കും പേപ്പറും ഉണ്ടോ, എടുക്ക്, ഞാൻ ഇപ്പൊ അങ്ങോട്ട് തന്നേക്കാം, അല്ലാതെ നിന്റെ അച്ഛൻ അവിടെ കിടന്ന് ചത്തുപോയി എന്ന് പറഞ്ഞാലും ഈട് വെക്കാതെ എൻ്റെ കയ്യിൽ നിന്ന് ഒരു നയാ പൈസ നീ മേടിക്കണ്ട, നീ അങ്ങനെ മേടിക്കാൻ നോക്കിയാലും ഞാൻ തരില്ലെന്ന് പറഞ്ഞു. ഇത് കേട്ടത് നമ്മുടെ സച്ചിക്ക് ദേഷ്യം വന്നില്ല, താൻ എന്താടോ പറഞ്ഞത്, എൻ്റെ അച്ഛൻ ചത്തുപോയാലോ, എൻ്റെ അച്ഛൻ മരിച്ചു പോയാലോ എന്നോട്ടോ പറഞ്ഞത്, എൻ്റെ അച്ഛൻ മരിച്ചു പോയാലോ എന്ന്, തൻ്റെ നാവുണ്ടല്ലോ ഈ പുഴുത്ത നാവ് ഞാൻ ഞാൻ ഉഴുതെടുക്കും ഞാൻ എന്ന് പറയുമ്പോൾ നീ ആരുടെ മെക്കിട്ടാടാ കയറുന്നത്, അതെ പൈസ വേണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ചെയ്യണം, അല്ലെങ്കിൽ പിന്നെ മോനെ ഇവിടെ നിന്ന് പോകാൻ നോക്കെന്ന് പറഞ്ഞപ്പോഴത്തേക്കും താൻ എൻ്റെ അച്ഛനെ പറഞ്ഞതേ അത് ഞാൻ മനസ്സിൽ എഴുതി കുറിച്ചിട്ടേക്കുവാ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെന്ന് കോളറി പിടിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും കുറച്ച് ഗുണ്ടകളുണ്ടല്ലോ, ഈ പലിശക്കാരുടെ ഒക്കെ കൂട്ടത്തിൽ എപ്പോഴും ഉണ്ടല്ലോ കുറച്ച് തലമുങ്ങിയ മനുഷ്യരുണ്ടല്ലോ, കുറച്ച് ജിമ്മന്മാരുണ്ടല്ലോ, അപ്പോൾ 2-3 ജിമ്മന്മാർ വന്ന് നമ്മുടെ സച്ചിനെ അങ്ങോട്ട് കയറി പിടിച്ചു. ഏതായാലും അവിടെ നിന്ന് കുറച്ച് പിടിവലിയൊക്കെ ആയി. സച്ചു പറഞ്ഞു, വിടറ എന്നെ ഒറ്റ ഒരെണ്ണം തുടരുത്, എൻ്റെ അച്ഛനെ പറഞ്ഞാൽ മാത്രം ഞാൻ സഹിക്കില്ല, വേറെ എന്തും ഞാൻ സഹിക്കും, തൻ്റെ ഒരു കോപ്പും വേണ്ട എനിക്ക്, താൻ പൈസയും തരേണ്ട, തൻ്റെ ഒരു കോപ്പും വേണ്ട എനിക്കെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ച് കോലി വന്നിട്ട് അവിടെ നിന്ന് ഷർട്ടിൻ്റെ കോളറൊക്കെ ഇങ്ങനെ വിട്ടുപോയിട്ടോ, അതൊക്കെ ഇങ്ങനെ പിടിച്ചിങ്ങനെ ഇട്ടിട്ട് ഇറങ്ങി അങ്ങ് പോയി. സച്ചിക്ക് എങ്ങോട്ടേക്ക് പോകണമെന്നൊന്നും അറിയത്തില്ല, ഹോസ്പിറ്റലിലേക്ക് പൈസ ഇല്ലാതെ കയറി ചെല്ലാൻ പറ്റാത്തൊരവസ്ഥ, ഹോസ്പിറ്റലിൽ പൈസ ഇല്ലാതെ എങ്ങനെയെങ്കിലും കയറി ചെല്ലാൻ പറ്റുമോ നമ്മുടെ സച്ചിക്ക്, അവിടെ ചന്ദ്രയും സുധിയും ശ്രുതിയും ഒക്കെ സച്ചിനെ പ്രതീക്ഷിച്ച് കാത്തിരിക്കുകയാണ്, ഇപ്പൊ പൈസ കൊണ്ടുവരുന്നും പറഞ്ഞ്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് പോകാനും പറ്റാത്തൊരവസ്ഥ. അപ്പൊ ആകെപ്പാടെ പെട്ടു നിൽക്കുകയാണ് നമ്മുടെ രേവതിനി. ഇതിനിടയ്ക്ക് സച്ചിയും രാഗി കൊല്ലുകയാണ് കേട്ടോ. ആ പ്രമാണ രേവതി കൊണ്ടുപോയതാണ്, രേവതി അതുകൊണ്ട് മുങ്ങിയതാണെന്ന് തന്നെയാണ് സച്ചിയും കരുതിയേക്കുന്നത്. ഇവർക്കാർക്കും നമ്മുടെ രേവതിയുടെ സ്വഭാവം ഇതുവരെ അറിയാറായിട്ടില്ല. അതേതായാലും നമ്മുടെ സച്ചി അറിയും രേവതി എങ്ങനത്തവളാണെന്നുള്ള കാര്യമൊക്കെ. ഏതായാലും ഈ സമയം വീണ്ടും നമ്മുടെ രേവതിനെ കാണിക്കുകയാണ്. അങ്ങനെ രേവതിയും ലക്ഷ്മിയും ആ ഒരു സ്ത്രീ പറയുന്നത് കേട്ടിട്ട് ആ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് കേട്ടോ. അപ്പൊ ആ ഒരു സന്യാസിനിയുടെ അടുത്തേക്ക് പോവുകയാണ്. അപ്പൊ അവിടെ ചെന്നു നല്ലൊരു അന്തരീക്ഷമുള്ളൊരു സ്ഥലം, എന്താ പറയുക, നല്ലൊരു സൈലന്റ് ആയിട്ട് ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ. അപ്പൊ അങ്ങോട്ടേക്ക് ചെന്നു. അപ്പൊ കുറച്ചു പേരൊക്കെ ഇങ്ങനെ കാണാനൊക്കെ വന്നിരിപ്പുണ്ട്, ആ സ്വാമീനെ കാണാനൊക്കെ വന്നിരിപ്പുണ്ട്. അപ്പം അതുപോലെ നമ്മുടെ രേവതിയും ലക്ഷ്മിയും ദേവും ഒക്കെ ചെന്നു. രേവതി ലക്ഷ്മിയും ചെന്നപ്പോഴത്തേക്കും ഒരാളോട് ആ സ്വാമിനി പറഞ്ഞു കയറി വാന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ രേവതി കയറി ചെന്നു. അപ്പൊ രേവതിനെ കണ്ടതേ അറിയാലോ, കരഞ്ഞ കണ്ണുകളും കലങ്ങിയ കണ്ണുകളും കാണുമ്പോൾ അത് ആർക്കാണെങ്കിലും മനസ്സിലാവും. അപ്പം ആ സ്വാമി കണ്ടിട്ട് പെട്ടെന്ന് പറഞ്ഞു, എന്താണ് കുട്ടിക്ക് എന്തൊക്കെയോ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, എന്താ ഒരുപാട് യാതനയൊക്കെ അനുഭവിച്ചിട്ടുള്ള കുട്ടിയാണെന്ന് എനിക്കറിയാം, എന്താ പറ്റിയത്, മോക്കിപ്പോൾ എന്താ പ്രശ്നം, മോൾക്ക് എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും ആ പ്രശ്നങ്ങളൊക്കെ മാറും, മോള് ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങൾ, ദൈവം മോളുടെ കൂടെ ഉണ്ട്, മോളെ കാണുമ്പോൾ തന്നെ എനിക്കറിയാം മോള് ദൈവത്തിന്റെ സാന്നിധ്യം ഉള്ളൊരു പെൺകുട്ടിയാണെന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോഴത്തേക്കും രേവതി പറഞ്ഞു, എനിക്ക് വേറൊന്നുമല്ല സ്വാമിജി വേണ്ടത്, എനിക്ക് വേറൊന്നും വേണ്ട, എൻ്റെ അമ്മായി അച്ഛനാണ്, പക്ഷെ എൻ്റെ അച്ഛനും ഒരു പടി മുന്നിലാണ് എനിക്ക് അദ്ദേഹം. എൻ്റെ അച്ഛൻ മരിച്ചു പോയപ്പോൾ മുതൽ ഞങ്ങൾക്ക് അഭയം തന്നതാണ്, സത്യം പറഞ്ഞാൽ എൻ്റെ ദൈവം തന്നെയാണ്, ഒരിക്കലും കൈവിടരുത്. എൻ്റെ അച്ഛൻ ഇപ്പം ഹോസ്പിറ്റലിൽ കിടക്കുക, എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല,
അതുപോലൊരു സിറ്റുവേഷനിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യണം. എൻ്റെ അച്ഛനെ എനിക്ക് തിരിച്ചു വേണം. ഞാൻ ഒരിക്കലും എൻ്റെ അച്ഛനെ ആർക്കും വിട്ടുകൊടുക്കില്ല. പിന്നെ ഞാൻ എന്തൊക്കെയോ തെറ്റ് ചെയ്തു പോയിട്ടുണ്ട്. ഇല്ല, മോൾ എന്ത് തെറ്റ് ചെയ്തെന്നാ പറയുന്നത്? മോൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. മോള് ചെയ്തതെല്ലാം നല്ല കാര്യങ്ങളാണ്. മോൾ അങ്ങനെ മാത്രം കണ്ടാ മതി. പിന്നെ അറിയോ അറിയാതെയോ ആരെങ്കിലും ഒക്കെ മോളെ ചതിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ അവർക്ക് കിട്ടിക്കോളും. അതുമല്ല, മോൾ ഒരു കാര്യം ഓർക്കണം. മോള് ദൈവത്തിന്റെ സാന്നിധ്യമുള്ള കുട്ടി ആയതുകൊണ്ട് തന്നെ മോൾ ഒരു കാര്യം ചെയ്യ്. ഞാൻ തരുന്ന ഈ ഒരു ചരട് മോള് തന്നെ അദ്ദേഹത്തിന്റെ കൈ കൊണ്ട് കെട്ടിക്കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പൂർണ്ണ ആരോഗ്യത്തോടു കൂടി തന്നെ തിരിച്ചു വരും. പിന്നെ നമ്മുടെ ഈ പ്രാർത്ഥനയും ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കൂടി തന്നെ അവര് ചികിത്സയും ചെയ്യൂലോ. അപ്പൊ പിന്നെ എല്ലാം ഭേദമാകും. മോള് സങ്കടപ്പെടാതെ പോയി മോളുടെ അമ്മായി അച്ഛന്റെ കയ്യിൽ ഈ ചരട് പൂജിച്ച് ഈ ചരട് കെട്ടിക്കൊടുത്താൽ മതി. എല്ലാ പ്രശ്നങ്ങളും മാറി അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വരും. അല്ലെങ്കിലും അദ്ദേഹത്തിന്റെ ആയുസ് ഇതുവരെ എത്തിയിട്ടൊന്നുമില്ല. അദ്ദേഹത്തിന് ദീർഘായുസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ പേരും നാളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു കേട്ടോ. പേര് നാളൊക്കെ പറഞ്ഞു കൊടുത്തപ്പോഴത്തേക്കും ആ പുള്ളിക്കാരി ഒരു ചരടൊക്കെ ഇങ്ങനെ ജപിച്ച് കെട്ടി കൊടുക്കുകയാണ്. അങ്ങനെ വല്ലാത്തൊരു സിറ്റുവേഷനിലാണ് നമ്മുടെ രേവതിയും ലക്ഷ്മിയൊക്കെ ഉള്ളത്. ഈ സമയത്ത് പിന്നെയും ഹോസ്പിറ്റലാണ് കാണിക്കുന്നത്. നമ്മുടെ ശ്രുതിയാണെങ്കിൽ ഇതുവരെ എന്താ സച്ചി വരാത്തത്, സച്ചിനെ കാണുന്നില്ലല്ലോ എന്ന് പറയുക. അപ്പൊ ചന്ദ്ര, ഈശോ എനിക്കറിയില്ല, എന്റെ രവിയേട്ടന്റെ അവസ്ഥ കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുക. അവനെ ഇതുവരെ കണ്ടില്ലല്ലോ. ആ മഹാഭാവി എവിടെ കൊണ്ടുപോയി ആ പ്രമാണം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? അവള് മിക്കവാറും അതുകൊണ്ട് മുങ്ങിയതാണെന്ന് എനിക്ക് തോന്നുന്നത്. ആ പ്രമാണം കൊണ്ട് അവള് മുങ്ങി തന്നെ ആയിരിക്കും, അത് ഉറപ്പാ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതിയും പറയുന്നുണ്ട്, ആ പ്രമാണം കൊണ്ട് അവള് മുങ്ങിയത് തന്നെ ആയിരിക്കും, അവള് പേരും കള്ളി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് നമ്മുടെ രേവതി ആയിക്കോട്ടെ അവിടെ നിന്ന് വരികയാണ്. ഈ ഒരു പൂജിച്ച സംഭവങ്ങളൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വരികയാണ്. ഏതായാലും നമ്മുടെ സച്ചി ആണെങ്കിൽ നേരെ ഇനിയിപ്പോ പൈസക്ക് വേറൊരു നിവർത്തി ഇല്ലാഞ്ഞിട്ട് വർക്ക്ഷോപ്പിലേക്കാണ് പോകുന്നത്. ഇത് നിങ്ങളോട് ആവർത്തിച്ച് പറയുകയെന്ന് ഓർക്കരുത്. ഇന്നലത്തെ ജനറൽ പ്രമോ, അതായത് ഞാൻ 1 വീക്കെൻഡ് പ്രമോയ്ക്കകത്ത് ഈ കാറിന്റെ ഒക്കെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഓർക്കും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുകയാണെന്ന്. അതുകൊണ്ടാണ് ഞാൻ ഒത്തിരി നീട്ടിക്കുറുക്കി പറയാത്തത്. ഈ സമയത്തായിക്കോട്ടെ വീണ്ടും രവീന്ദ്രനെ കാണിക്കുകയാണ്. അപ്പം രവീന്ദ്രനെ കാണിക്കുന്നു. അകത്ത് കുറച്ച് ഡോക്ടർമാരൊക്കെ വീണ്ടും ചെക്കപ്പ് ഒക്കെ ചെയ്ത് വന്നിട്ട് വെളിയിൽ വന്ന് പറയുകയാണ്, അല്ല ഇതുവരെ നിങ്ങൾ പൈസയൊന്നും റെഡിയാക്കിയില്ലെന്ന്. അപ്പോഴത്തേക്കും ശ്രുതി പറഞ്ഞു, പൈസ മേടിക്കാൻ ഇവിടുന്ന് ഒരാൾ പോയിട്ടുണ്ട് ഡോക്ടറെ, അവർ ഇതുവരെ എത്തിയില്ല എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ എന്താ വിചാരിച്ചത്? കണ്ടീഷൻ കൂടുതൽ വഷളാകുന്നതിന് മുമ്പ് എത്രയും പെട്ടെന്ന് പൈസ ഇവിടെ എത്തിച്ച് ഇതെല്ലാം ശരിയാക്കിയില്ല എങ്കിൽ അറിയാലോ, ഞങ്ങൾക്കും ഞങ്ങളുടെ കയ്യിൽ നിൽക്കുന്ന കേസൊന്നുമല്ല. ഞാൻ പറഞ്ഞു, ഞങ്ങൾ മാക്സിമം ഈ ഒരു ആളെ ഇയാളുടെ ജീവൻ രക്ഷിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളും സഹകരിച്ചില്ലെങ്കിൽ അതിന് ഞങ്ങൾക്ക് കഴിയില്ല. മെഡിസിനൊക്കെ മേടിക്കാന്ന് പറഞ്ഞാൽ കുറച്ച് മരുന്ന് മേടിക്കാനൊക്കെ കുറച്ച് പൈസയൊക്കെ വേണം. അല്ലാതെ വെറുതെ ഞങ്ങൾ ഈ ഹോസ്പിറ്റൽ വെറുതെ വെച്ചോണ്ടിരിക്കുന്നതല്ലല്ലോ. അപ്പൊ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ കാര്യങ്ങളും മരുന്നുകളൊക്കെ മേടിച്ച് ഈ ഓപ്പറേഷൻ നടത്തണമെങ്കിൽ തന്നെ കുറെ മരുന്നുകൾ ആവശ്യമാണ്. അതൊക്കെ ഞങ്ങൾക്ക് വെളിയിൽ നിന്ന് മേടിക്കേണ്ടതാണ്. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങളോട് ഇത്രയും പെട്ടെന്ന് ഇത്രയും വേഗം പൈസ ഉണ്ടാക്കിക്കൊണ്ട് വരാൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് മാനേജ്മെന്റിന് വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഞങ്ങൾ ഇവിടുത്തെ ഡോക്ടേഴ്സ് മാത്രമാണ്. ഇവിടെ മാനേജ്മെന്റ് പറയുന്ന രീതിയിൽ അല്ലാതെ ഒരു രീതിയിൽ ഞങ്ങൾക്ക് വേറെ രീതിയിൽ ചെയ്യാൻ പറ്റില്ല. എത്രയും പെട്ടെന്ന് നിങ്ങൾ പൈസയായിട്ട് വരണമെന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. വീണ്ടും നമ്മുടെ ചന്ദ്രയുടെ ചങ്കിടുപ്പ് കൂടി വരികയാണ്. ഇതേ സമയം നമ്മുടെ സച്ചി വർക്ക്ഷോപ്പിൽ പോവുകയും അവിടെ ചെന്നിട്ട് അവിടെ വർക്ക്ഷോപ്പിലെ ഉടമയോട് കാര്യങ്ങൾ പറയണം. അപ്പൊ സച്ചിനെ കണ്ടത് ഇവര് പ്രതീക്ഷിക്കുന്നത് കാർ എടുക്കാൻ വരുന്നതാണെന്നാ. അങ്ങനെ എടാ സച്ചി, നിന്റെ കാർ ശരിയാക്കി ഇട്ടിട്ടുണ്ടാ, കൊണ്ടോക്കോടാ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കുമാണ് സച്ചി പറയുന്നത്, എനിക്കിപ്പോൾ കാറ് വേണ്ട, നിങ്ങളൊരു കാര്യം ചെയ്യുമോ, ആ കാറൊന്ന് മറിച്ച് വിറ്റ് തരുമോ, എനിക്ക് കുറച്ച് പൈസയുടെ ആവശ്യമുണ്ടെന്ന്. അപ്പൊ ഈ കേട്ട് നിന്ന് അവര് തന്നെ വല്ലാതെ അത്ഭുതപ്പെട്ടു പോയി. കാരണം നമ്മുടെ സച്ചിക്ക് കാറെന്ന് വെച്ചാൽ അത്രയ്ക്ക് ജീവനാണ്, തന്റെ പ്രാണനാണ് കാറ്. ആ കാറിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സച്ചിക്ക് പിന്നെ സമാധാനമില്ലാത്ത ദിവസങ്ങളാണെന്ന് നമ്മളും കണ്ടതാണല്ലോ. അന്നാ പോലീസുകാര് ആ കാറിനിട്ട് ചെയ്ത കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ സച്ചി ആ കാറ് കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് നിന്നാണ്. നമ്മുടെ രവീന്ദ്രൻ എത്ര വിലപ്പെട്ടതാണോ ആ ഒരു രീതിയിലൊക്കെ തന്നെ താൻ കൊണ്ടു നടന്ന കാറാണ്. അപ്പൊ ആ കാറ് വിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ രവീന്ദ്രനെ രക്ഷിക്കണം. അതേ ഉള്ളൂ ഒരു മാർഗം. വേറെ പൈസ നമ്മുടെ കയ്യിലില്ല, വേറെ നിർവാഹമില്ല. അതുകൊണ്ട് നമ്മുടെ സച്ചി ആ ഒരു കാറ് വിൽക്കുകയാണ്. ഏതായാലും അയാൾ കാറ് വിറ്റ് പൈസ കൊടുക്കുന്നുണ്ട്. കാറ് വിൽക്കുന്നില്ല, ഇവിടെ കിടക്കട്ടെ, ഇപ്പം ഓപ്പറേഷനൊക്കെ നടക്കട്ടെ. നല്ലൊരു മനുഷ്യനാണ് കേട്ടോ ആ വർക്ക്ഷോപ്പിന്റെ ഉടമ. ഇപ്പൊ ഓപ്പറേഷൻ എന്താണെന്ന് വെച്ചാൽ നടക്കട്ടെ, ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പതുക്കെ ചെയ്യാം, ഇപ്പൊ കൊണ്ടുപോക്കോ എന്നും പറഞ്ഞ് ആ പൈസ കൊടുക്കുകയാണ് കേട്ടോ. ഈ പൈസയും കൊണ്ടാണ് നേരെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. അപ്പൊ ഏകദേശം ഈ ഒരു സീനൊക്കെയാണ് നമുക്ക് ഇന്ന് കാണിക്കുന്നത്. അപ്പൊ ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക, അടിപൊളി വിശേഷങ്ങളൊക്കെ തന്നെയാണ് ഇനി അങ്ങോട്ടേക്ക് വരാൻ പോകുന്നത്. ഞാൻ ഇന്നലെ ജനറൽ പ്രമോ ഇട്ടിട്ടുണ്ടായിരുന്നു, അതായത് 1 വീക്ക് പ്രമോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത ഞായറാഴ്ച വരെ നടക്കാൻ പോകുന്ന സംഭവങ്ങൾ ഞാൻ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു.
അപ്പോൾ അതൊക്കെ ആരെങ്കിലും കണ്ടില്ലെങ്കിൽ കയറി കണ്ടോളൂ. പക്ഷേ നമ്മൾ തമിഴിൽ ഇട്ടിട്ടില്ല, തമിഴിൽ മാറ്റിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ നമുക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഒക്കെ വരുന്നത് കൊണ്ടൊക്കെ നമ്മൾ തമിഴിൽ മാറ്റും. അപ്പോൾ അതുകൊണ്ട് തമിഴിൽ മാറ്റിയിട്ടുണ്ട്. എങ്കിലും നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസിൽ കയറി നോക്കുമ്പോൾ മനസ്സിലാകും. അപ്പോൾ ഒന്ന് കയറി നോക്കുക, കാണാൻ ആഗ്രഹമുള്ളവർ കയറി നോക്കുക, കണ്ടിട്ടില്ലാത്തവരും കയറി നോക്കുക കേട്ടോ. അപ്പോൾ ഇത് കഴിയുമ്പോൾ നമ്മൾ ഇനി ഇടാൻ പോകുന്നത് നയനയുടെയും ആദർശിൻ്റെയും വിശേഷമാണ്. അപ്പോൾ അതും മിസ് ചെയ്ത് കളയാതെ കാണണം. കറക്റ്റ് 7:30 ആകുമ്പം പതിവ് പോലെ നമ്മൾ വരുന്നതായിരിക്കും. നയനയുടെയും ആദർശിൻ്റെയും കഥയുമായിട്ട് അതിലും വൻ ട്വിസ്റ്റുകളൊക്കെ നിറഞ്ഞു കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ അതും മിസ് ചെയ്ത് കളയാതെ കാണണേ. അപ്പോൾ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ നമുക്ക് ഉണ്ടാകുന്ന പ്രതീക്ഷയോട് കൂടി നിർത്തുകയാണ് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.